ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ പരീക്ഷണങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നു എഗ് മോമോസ്. ഇത് മോമോസിൻ്റെ എക്സാക്റ്റ് റെസിപ്പി ഒന്നല്ല, ഇത് എൻ്റെ വേർഷനാണ് കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ആദ്യം തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒന്ന് ചപ്പാത്തീൻ്റെ പരുവത്തിൽ കുഴച്ച് സെറ്റാക്കിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ 2 മുട്ടയും കൂടെ പുഴുങ്ങാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മളെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് ചുവന്ന കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് മോമോസ് ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാമെന്ന്. പക്ഷേ ഇല്ല, ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഞാനൊക്കെ ഒറ്റ തവണയെ മോമോസ് കഴിച്ചിട്ടുള്ളൂ. അത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നിന്നാണ്. പിന്നെ ഞാൻ മോമോസ് കഴിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ക്യാബേജിന് അധികം വേവില്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതവിടെ കിടന്ന് പെട്ടെന്ന് കുക്കായി വരട്ടെ. അപ്പോൾ എനിക്കിന്ന് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. സംഭവം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അവളെന്നെ കളിയാക്കി തിരിച്ച് അവളെയൊക്കെ കളിയാക്കിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പൊടികൾ ഇട്ടാലോ. ആദ്യം തന്നെ നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ മുളക് പൊടി വേണം, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. അപ്പം മുളക് പൊടീൻ്റെ ടിന്നെടുത്ത സമയത്താണ് മുളക് പൊടി അതിൽ ഫില്ല് ചെയ്ത് വെച്ച് തീർന്നത് മനസ്സിലായത്. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കിടന്ന് കുക്കാവട്ടെ. പിന്നെ എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആളെ മുഖം ഇതിൽ കാണിക്കരുതെന്ന് പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്. കാര്യം എന്താണെന്നറിയില്ല, എൻ്റെ അക്കൗണ്ട് യൂട്യൂബ് ബാൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കുക്കാവട്ടെ. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുട്ട പുഴുങ്ങാനായി വെച്ചിരുന്നു. കുറേ നേരം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മുട്ട എടുത്തിട്ട് അതിൻ്റെ തോട് കളഞ്ഞ് നോക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടില്ലടോ. പിന്നെ ഞാനത് പാത്രത്തിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഒന്നുകൂടെ വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ മസാലയിൽ ആ തോടൊക്കെ കളഞ്ഞിട്ട് അത് പൊടിച്ച് ചേർത്തത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല സെറ്റാവും. പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ കുഞ്ഞടപ്പ് കൊണ്ട് ഇതേപോലെ ഒന്ന് കുഞ്ഞു ചപ്പാത്തികളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ഫില്ല് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ മൊമോസിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് ഷേപ്പ് ചെയ്തെടുത്തത്. ഞാൻ ചെയ്തത് ഒരു ഷേപ്പും അവൾ ചെയ്ത് വേറൊരു ഷേപ്പും ആയിരുന്നു. ശരിക്കും മോമോസിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ വന്നത്. അപ്പോൾ അമ്മ ഒന്ന് ഞങ്ങളെ ഇത് പരത്തി സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മസാലയൊക്കെ ഫില്ല് ചെയ്ത് അത് സ്റ്റീമറിൽ വെച്ച് ഒന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തു. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുന്ന സമയത്താണ് മനസ്സിലായത് ഞാനതിൽ കുറച്ച് എണ്ണ പുരട്ടാൻ വേണ്ടി മറന്നുപോയിടും. അതുകൊണ്ട് ചെറുതായിട്ട് അതിലൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല കിടിലൻ ടേസ്റ്റാണ്, കാണുന്ന പോലെയല്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.